12:37 2 വീഡിയോ അല്ലേ, അത് 3ആയോ? ഇനി മൂന്നാമത്തെ. അടുത്തത് which of the following is a tangent to the circle? Which of the following is a tangent to the circle x square plus y square minus 4x minus 6y minus 12 equal to 0? Which of the following is a tangent to the circle x square plus y square minus 4x minus 6y minus 12 equal to 0? താഴെ കുറേ ലൈൻസ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4x മൈനസ് 6y മൈനസ് 12 ഈക്വൽ ടു 0. ഓപ്ഷൻ എ എക്സ് മൈനസ് 2 ഓപ്ഷൻ എ എക്സ് മൈനസ് 2 minus root 3 into x minus 2 minus root 3 into y minus 3 equal to 5. Option C അല്ല ഓപ്ഷൻ ബി x root 3 into x minus 2 plus y minus 3 equal to 5. Option C minus root 3 into x minus 2 plus y minus 3 equal to 10. Option D x minus 2 plus root 3 into y minus 3 equal to 5. ഇത് 2010 സെറ്റിൻ്റെയാണ്. അന്നാണ് ആകെ 7 പേര് ജയിച്ചത്, 9 പേര് കേരളത്തിൽ ജയിച്ചത്. 7 അല്ല, നെഗറ്റീവ് ഉണ്ടായിരുന്നു. 10ലും 11ലും 8 വരെ 9 പരീക്ഷ നടന്നേ ഇല്ല. 8 നെഗറ്റീവ് ഇല്ലായിരുന്നു. 10 നെഗറ്റീവ് ഏർപ്പെടുത്തിയപ്പം കേരളം മൊത്തം 9 പേര്. തിരുവനന്തപുരം ഒരാൾ ജയിച്ചു, അതിവിടെ വന്ന് പഠിച്ച ആളാണ്, വട്ടിയൂർക്കാവിലും കണ്ടുള്ളതാണ്. പിന്നെ ഇവിടെ പഠിച്ച ഒരാളെ ജയിച്ചുള്ളൂ, കുറച്ച് 10-15 പേര് പഠിച്ചിട്ട് അന്ന്. പിന്നെ കൊല്ലം ആരും ജയിച്ചില്ല, പത്തനംതിട്ട ജയിച്ചില്ല, ആലപ്പുഴയിൽ നിന്ന് ഒരാൾ ജയിച്ചു, അതാരാന്ന് എനിക്കറിയത്തില്ല, ഇവിടെ പഠിച്ചതൊന്നുമല്ല. കോട്ടയം ആരും ജയിച്ചില്ല, എറണാകുളം ആരും ജയിച്ചില്ല, തൃശ്ശൂർ ജയിച്ചില്ല, പാലക്കാട് ജയിച്ചില്ല, മലപ്പുറത്ത് നിന്ന് 3-4 പേര് ജയിച്ചു, 3 പേര് ജയിച്ചു. അതിൽ 2 പേര് ഇവിടെ പഠിച്ചതാണ്. പിന്നെ എനിക്ക് വടകര അല്ല കോഴിക്കോടല്ല തിരൂർ സെൻറ്റർ ഉണ്ടായിരുന്നു, അവിടെ വന്ന് പഠിച്ചു. പിന്നെ കോഴിക്കോട് ജില്ലയിൽ 4 പേര്, കോഴിക്കോട് 4ആണെന്ന് തോന്നുന്നു ജയിച്ചു. അതിൽ മൊത്തം 9ആണ്. 4, 3, 7, 1, 9. കോഴിക്കോട് പഠിച്ച 2 പേര് ഇവിടെ വന്ന് പഠിച്ച. അപ്പം 9-ൽ 4 പേര് ഇവിടെ പഠിച്ചതാണ്. മജോറിറ്റി ഇല്ല. 9-4 എന്ന് പറയുമ്പോൾ പകുതിക്കാൽ കുറവുണ്ട്. അന്നേരം വന്ന ചോദ്യമാണിത്. ഇതൊക്കെ ഒന്നും ആരും എഴുതത്തില്ല. ഈ സർക്കിളിനെ താഴെ പറയുന്നതിൽ ഏതാണ് ടാൻജന്റ് എന്നുള്ളതാണ് ചോദ്യം. അത് എങ്ങനെ ചെയ്യുന്നതെന്ന് പറയാം. ഇത് കേൾക്കുക. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്നുള്ള സർക്കിളിനെ y ഈക്വൽ ടു mx ഇത് എപ്പോഴും ടാൻജന്റ് ആയിരിക്കും. ഇനിയും സർക്കിൾ എപ്പോഴും ഇങ്ങനെ ആയിരിക്കണമെന്നില്ലല്ലോ, സെൻറ്റർ ഒറിജിൻ ആയിരിക്കണമെന്നൊന്നുമില്ലല്ലോ. ഇങ്ങനെ ആണെങ്കിൽ ഈ ടാൻജന്റിൻ്റെ ഇക്വേഷനെ ഈ വൈയുടെ സ്ഥാനത്ത് y മൈനസ് ബീറ്റ എഴുതണം, എമ്മിൻ്റെ സ്ഥാനത്ത്
എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് മൈനസ് ആൽഫ എഴുതണം. ബാക്കിയൊക്കെ അത് തന്നെയാണ്. ഇത് എപ്പോഴും ടാൻജൻ്റ് ആയിരിക്കും. ഇവിടെ അത് മാത്രമല്ല, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ഈ സർക്കിളിൻ്റെ സെൻറ്റർ ഏതാണ്? മൈനസ് ഡി മൈനസ് എഫ്. റേഡിയസോ ഇതിൻ്റെ ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ ഒന്ന് വായിച്ച്. 12 ഇങ്ങനെയല്ലേ? ഇതിൻ്റെ സെൻറ്റർ എന്ത് കിട്ടും? മൈനസ് ഡി 2 3 എന്ന് കിട്ടത്തില്ലേ? റേഡിയസോ √4 + 9 - 12 5 കിട്ടിയില്ലേ? അപ്പോൾ ഇതെല്ലാം √3 ഉണ്ടല്ലോ അല്ലേ എല്ലാത്തിനും. അപ്പോൾ √3 കിട്ടി. ഇത് ടാൻജൻ്റിൻ്റെ ഇക്വേഷൻ കിട്ടാൻ ഇതിനകത്ത് കൊടുത്താൽ മതി, ഇതിനകത്ത്. അപ്പോൾ m√3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത്? എല്ലാം √3 ആണല്ലോ. അപ്പോൾ y മൈനസ് ബീറ്റ എന്നല്ലേ? അപ്പോൾ y ബീറ്റ എന്ന സെൻറ്റർ 3 അല്ലേ, ഈക്വൽ ടു m√3 ഇൻറ്റു എക്സ് മൈനസ് 2, സെൻറ്റർ 2, പ്ലസ് ഓർ മൈനസ് √3 ഇൻറ്റു √1 + m² അല്ലേ? m എത്രയാണ് ഇവിടെ? നോക്കട്ടെ, തെറ്റിപ്പോയി. എ എത്രയാണ്? 5 അല്ലേ? 5 ഇൻറ്റു 1 √1 + 3, അതായത് 4 എന്ന് കിട്ടും. ഇപ്പോൾ √3 ഇൻറ്റു എക്സ് മൈനസ് 2 പ്ലസ് ഓർ മൈനസ് 20 എന്നല്ലേ കിട്ടുന്നത്? അല്ല, 10 എന്ന് കിട്ടും ഇല്ലേ? അത് ഏതാണ് വരുന്നത്? y - 3. ഇതേതായാലും ഒക്കത്തില്ല ഇല്ലേ? എക്സിൻ്റെ കൂടെ അല്ലേ √3? ഇത് രണ്ടും നോക്കിയാൽ മതി. ഇത് എത്ര കിട്ടും? y. അല്ലെങ്കിൽ ഇത് y - 3 മൈനസ് √3 ഇൻറ്റു എക്സ് മൈനസ് 2 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 10 എന്നല്ലേ വന്നിരിക്കുന്നത്? 10 വരുന്ന ഒന്നേ ഉള്ളൂ ഇല്ലേ? ഇത് സൈൻ ചേഞ്ച് ചെയ്താൽ എന്ത് കിട്ടും? ഇത് അത് തന്നെ കിട്ടത്തില്ലേ? അപ്പോൾ ഓപ്ഷൻ 10 വരുന്ന ഒന്നേ ഉള്ളൂ. അപ്പോൾ അതായിരിക്കും ഉത്തരം. തിരിച്ചിട്ടാൽ മതി, സൈൻ ചേഞ്ച് ചെയ്യുന്ന തന്നെ എല്ലാം ഒന്ന് തന്നെ. അപ്പോൾ അത് ഈ റിസൾട്ട്സ് എഴുതണേ. അത് ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ്റെ ഒക്കെ പറയാം. ഇക്വേഷൻ x² + y² + 2gx + 2fy. Equation x² + y² + 2gx + 2fy + c = 0 represents a circle. The equation x² + y² + 2gx + 2fy + c = 0 represents a circle. Its center is -g - f. Its center is -g - f. And its radius is √g² + f² - c. √g² + f² - c. രണ്ടാമത്തെ റിസൾട്ട് √g² + f² - c. റൂട്ടിനകത്ത് തന്നെയാണ്, റൂട്ടിനകത്താണ് കേട്ടോ. പിന്നെ അടുത്ത രണ്ടാമത്തെ റിസൾട്ട്, the lines y equal to mx plus or minus, അല്ല അങ്ങനെയല്ല, the lines y equal to mx plus or minus a into √1 + m² is a tangent to the circle, s² + y² equal to a² for every m.
നമുക്ക് ഈ ചോദ്യത്തിൽ അതല്ല ആവശ്യം, മോർ ജനറൽ ഇനിയും പറയുന്നത്. അത് മാത്രമേ പുസ്തകത്തിൽ കാണത്തുള്ളൂ, ഇനിയും പറയുന്നത് പുസ്തകത്തിൽ കാണത്തില്ല. അതുകൊണ്ടാണ് ആദ്യം ഞാൻ പറഞ്ഞത്. മൂന്നാമത്തെ റിസൾട്ട്, ദ ലൈൻസ് y മൈനസ് ബീറ്റ ഈക്വൽസ്, ദ ലൈൻസ് y മൈനസ് ബീറ്റ ഈക്വൽസ് m ഇൻറ്റു എക്സ് മൈനസ് ആൽഫ പ്ലസ് ഓർ മൈനസ് a ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് എം 1 മൈനസ് അല്ല a ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് എം സ്ക്വയർ is a tangent to the circle, is a tangent to the circle x minus alpha whole square plus y minus beta whole square equal to a square for every m, for every m. ഇനി പറയണോ? എക്സ് മൈനസ് ആൽഫ അല്ല y മൈനസ് ബീറ്റ ഈക്വൽ ടു എം ഇൻറ്റു x minus alpha plus or minus a into root of 1 plus m square is a tangent to the circle x minus alpha whole square plus y minus beta whole square equal to a square. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നു, for every m. ഇത്രയുടെ ആവശ്യം. എമ്മിന് എന്ത് വാല്യൂ കൊടുത്താലും ടാൻജന്റ് ആയിരിക്കും. ഇനിയും ഇവിടെ ആദ്യം സെന്ററും റേഡിയസും കണ്ടുപിടിക്കണേ. സെന്റർ എത്രയാ അവിടെ? 2, 3 എന്ന് കിട്ടും അല്ലേ? എന്ന് പറഞ്ഞാൽ ആൽഫ 2 ബീറ്റ 3 എന്ന് അർത്ഥം അല്ലേ? റേഡിയസ് എ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 4 പ്ലസ് 9 പ്ലസ് 12 ഈക്വൽ ടു 5 എന്ന് കിട്ടിയില്ലേ? ഇപ്പൊ ഈ ഓപ്ഷൻസ് ഒന്ന് കണ്ണോടിച്ച് നോക്കുമ്പോൾ എല്ലാത്തിനകത്ത് റൂട്ട് 3 കിടപ്പുണ്ട് ഇല്ലേ? അങ്ങനെ അത് റൂട്ട് 3. അപ്പോൾ പുട്ടിങ് എം ഈക്വൽ ടു റൂട്ട് 3 അന്നേരം എന്ത് കിട്ടുന്നത്? വി ഗെറ്റ് വൈ മൈനസ് ബീറ്റ എന്നല്ലേ? അതായത് y മൈനസ് 3 ഈക്വൽ ടു പിന്നെ എന്താ എം റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 പ്ലസ് ഓർ മൈനസ് എന്നല്ലേ? അല്ല എം റൂട്ട് 3 അല്ല, പ്ലസ് ഓർ മൈനസ് ഇല്ല. റൂട്ട് 3 ഇൻറ്റു എക്സ് മൈനസ് 2 പ്ലസ് ഓർ മൈനസ് എ, അത് എത്ര? 5 ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് 3 അല്ലേ? അതായത് റൂട്ട് 3 ഇൻറ്റു എക്സ് മൈനസ് 2 പ്ലസ് ഓർ മൈനസ് 10 എന്ന് കിട്ടിയില്ലേ? ഇവിടെ അതെവിടെ ഓപ്ഷൻസ്? That is root 3 into x minus 2 minus y minus 3 അല്ല മൈനസ് റൂട്ട് 3 ഇൻറ്റു മൈനസ് റൂട്ട് 3 ഇൻറ്റു എക്സ് മൈനസ് 2 അല്ലേ? ഇങ്ങോട്ട് എടുക്കുകയാണ്. പ്ലസ് y മൈനസ് 3 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 10 ഈ സെറ്റ് ടാൻജന്റ് എന്ന് കിട്ടും അല്ലേ? അത് ഏതാ ഓപ്ഷനാ? സി ആണ്. പ്ലസ് 10 ഇട്ടാലും മൈനസ് 10 ഇട്ടാലും ടാൻജന്റ് ആണ്. നമുക്ക് പ്ലസ് 10 വരുന്നത് എന്നല്ലേ ഉള്ളു. ഏതാ? ഇതല്ലേ കിടക്കുന്നത്? ഇതാണ് കിടപ്പ്. ഇപ്പോൾ സർക്കിളില്ല. ഇത് വേറൊരാൾ പഠിപ്പിച്ചു കഴിഞ്ഞാല് ടാൻജന്റ് ആണോ എന്ന് അറിയാനായിട്ടേ ഈ രണ്ടും കൂടെ ഒറ്റ പോയിന്റിലേ കട്ട് ചെയ്യത്തുള്ളൂ. സർക്കിളിന്റെ കേസിൽ ടാൻജന്റ് ആകുമ്പോഴേ അല്ലേ? സർക്കിളിന് ഒരു ടാൻജന്റ് ഒറ്റ പോയിന്റിലേ കട്ട് ചെയ്യത്തുള്ളൂ. എല്ലാ കർവിനും അങ്ങനെ ശരിയല്ല. ഇപ്പോൾ ഈ കർവാണെങ്കിൽ ഇവിടുത്തെ ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഇവിടെ വന്ന് വീണ്ടും മുട്ടും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ കാര്യം. ഈ ടാൻജന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിച്ചിരിക്കുന്നേ ഒറ്റ പോയിന്റ് കട്ട് ചെയ്യുന്നല്ലേ അല്ലേ? അത് തെറ്റാണ്. അത് സർക്കിളിനെ സംബന്ധിച്ച് ശരിയാണ്, ക്ലോസ്ഡ് ഫിഗറിനൊക്കെ ശരിയാണ്, അല്ലാത്തതിന് ശരിയല്ല. ഇതിവിടെ വീണ്ടും കട്ട് ചെയ്തില്ലേ? ഇവിടെ
ടാൻജന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റിൽ ടാൻജന്റിന്റെ ഡെഫിനേഷൻ ഇതാണ്, കറക്റ്റ് ഡെഫിനേഷൻ ഇതാണ്. ഇതാന്ന് വെച്ചോ, പിയിലെ ടാൻജന്റ് എന്ന് പറഞ്ഞാൽ അതിന് നെയ്ബറിങ് പോയിന്റ് ക്യൂ എടുക്കുക. കോർഡ് പി ക്യൂ ഇതല്ലേ, എന്നിട്ട് ക്യൂ പിയിലേക്ക് അടുപ്പിക്കുക. അന്നേരം ഇങ്ങനെ കിട്ടത്തില്ലേ? അടുപ്പിച്ചടുപ്പിച്ച് ക്യൂ പിയുമായിട്ട് കോയിൻസൈഡ് ചെയ്യുമ്പം ആ പി ക്യൂവിൻ്റെ അൾട്ടിമേറ്റ് പൊസിഷനാണ് ടാൻജന്റ് എന്ന് പറയുന്നത്. കോർഡ് പി ക്യൂ, ഈ ക്യൂ പിയിലേക്ക് പി ഫിക്സ് ചെയ്യുക. കോർഡ് പി ക്യൂ ഇടല്ലേ, ക്യൂ കുറച്ചുകൂടെ പിയിലേക്ക് അടുപ്പിക്കുക. അന്നേരം കോർഡ് പി ക്യൂ ഇങ്ങനെ വരത്തില്ലേ, കുറച്ചുകൂടെ അടുപ്പിക്കുക. അടുപ്പിച്ചടുപ്പിച്ച് ക്യൂ പിയുമായിട്ട് കോയിൻസൈഡ് ചെയ്യുമ്പം അതിൻ്റെ ലിമിറ്റിംഗ് പൊസിഷനാണ് ടാൻജന്റ് എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ഡെഫിനേഷൻ. അത് ലിമിറ്റ് ഓഫ് ക്യൂ ടെൻസ് ടു പി കോർഡ് പി ക്യൂ, അതിനാണ് ടാൻജന്റ് പി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാലേ ഈ ലൈൻ ഒരു കട്ട് ചെയ്യത്തുള്ളൂ, അതായത് ടാൻജന്റ് അല്ല. അപ്പോൾ നിങ്ങൾ ഇതുവരെ ധരിച്ചു വെച്ചിരിക്കുന്നത് ഒറ്റ പോയിന്റ് കട്ട് ചെയ്യുന്ന ലൈനെ ടാൻജന്റ് എന്ന് വിളിക്കുന്നതാണ്. അങ്ങനെയല്ല, ഇതൊരു പോയിന്റിലേ കട്ട് ചെയ്യത്തുള്ളൂ, ടാൻജന്റ് അല്ല. സർക്കിളിനെ സംബന്ധിച്ച് അത് ശരിയാണ്, ക്ലോസ്ഡ് ഫിഗറിനെല്ലാം ശരിയാണ്, അല്ലാത്തതിന് അങ്ങനെയല്ല. ഇനി സാർമാർ അങ്ങനെ പറഞ്ഞു തന്നാലും തന്നില്ലെങ്കിലും നിങ്ങൾ അങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. പഠിപ്പിക്കുന്ന സാറന്മാരും അങ്ങനെ തന്നെ ധരിച്ചു വെച്ച്, അവർ പറഞ്ഞില്ലെങ്കിലും അത് തന്നെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. ശരിക്കും ഒരു കൺസെപ്റ്റും പഠിപ്പിക്കുന്നില്ല. ഇതാണ് ടാൻജന്റ് എന്നും പറഞ്ഞങ്ങ് തട്ടി വെച്ച് പോവുകയാണ്. അത് +2 തൊട്ട് അങ്ങനെയാണ്, ഒരു വിഷയവും വേണ്ട വിധത്തിൽ പഠിപ്പിക്കുന്നില്ല. 10 വരെ പഠിപ്പിക്കുന്നുണ്ടെന്നല്ല, 10 വരെ ഗൗരവമുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെ വലിയ കൺസെപ്റ്റ് ഒന്നും ഇല്ലല്ലോ 10 വരെ. +2 ചെറിയ ക്ലാസ് ആയാലും കിടിലം കാര്യങ്ങൾ അതിനകത്ത് പഠിക്കുന്നത്, കൺസെപ്റ്റ് ഉള്ളത് തന്നെയാണ്. ഒന്നും അത് വേണ്ട വിധത്തിൽ പഠിപ്പിക്കുന്നില്ലെന്ന് മാത്രം. ഈ √3 എടുത്തതിൻ്റെ കാര്യം ഓപ്ഷൻ നോക്കിയാണ്. ഇപ്പോൾ 2 ഉള്ളതാണ് 2 ഇട്ട് നോക്കണം, അല്ല 3 ഉള്ളതാണ് 3 ഇട്ട്, അങ്ങനെയാണ് അത് അറിയുന്നത്. ഏത് വാല്യൂ കൊടുത്താലും നമുക്ക് ഇൻഫിനിറ്റി മെനി ടാൻജൻസ് കിട്ടും. ഓരോ എം കൊടുക്കുമ്പോഴും ടാൻജൻ്റാണ് കിട്ടുന്നത്. ഞാൻ പറയാൻ വന്നത് പറഞ്ഞില്ല. ഇതിപ്പോൾ ചെയ്യുന്നതേ വേറെ ഒരാൾ പഠിപ്പിക്കുന്നതാണെങ്കിൽ ഇത് ഓരോന്നുമായിട്ട് സോൾവ് ചെയ്യും. ഇത് ഒറ്റ പോയിന്റ് കട്ട് ചെയ്യുന്നുള്ള ടാൻജൻ്റാന്ന് പറയും. അത് ഓരോ ഓപ്ഷൻ ചെയ്യണമെങ്കിൽ തന്നെ ഒരു 10 മിനിറ്റ് പിടിക്കും. ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്യണ്ടേ. പഠിപ്പിച്ചെങ്കിലത്തെ കാര്യം, പഠിപ്പിക്കാൻ പോകുന്നില്ല, പഠിപ്പിച്ചെങ്കിലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതുപോലും അവർക്ക് തോന്നുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ടാൻജന്റ് ഉള്ളതെന്ന് പറയാൻ പറ്റത്തില്ല. സാധാരണ പഠിക്കുന്ന കർവിനൊക്കെ അത്രേ ഉള്ളൂ, എല്ലാത്തിനും അങ്ങനെയല്ല. y² = x³ എന്നുള്ളത് കർവ് എടുക്കുവാണെങ്കിൽ അതിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ്. ഇപ്പോൾ 1 ഇട്ട് കഴിഞ്ഞാൽ x1 ഇട്ട് കഴിഞ്ഞാൽ y² 1, y ± ഇങ്ങനെ വരും. 2 ഇട്ട് കഴിഞ്ഞാൽ y² 8 അല്ലേ. അപ്പോൾ y ± √8 ഇങ്ങനെ താഴെ മുകളിലും വരും. ഇവിടെ y = 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? x³ 0 എന്ന് കിട്ടും. x = 0 ത്രൈസ് എന്ന് വരും. ഈ ഒന്നിലധികം ഇന്റർസെക്ഷൻ കോയിൻസൈഡ് ചെയ്യുന്നതിനാണ് സംശയം ചോദിച്ചുകൊണ്ട് പറയുന്നതാണ്. ഒന്നിലധികം ഇന്റർസെക്ഷൻ വരുമ്പോഴാണ് ഈ ടാൻജന്റ് എന്ന് പറയുന്നത്. ഈ y = 0 3 പോയിന്റ് കട്ട് ചെയ്യും, പക്ഷെ 3 ഒരേ പോയിന്റിലാണ്, ഇന്റർസെക്ഷൻ കോയിൻസൈഡ് ചെയ്യുകയാണ്. അങ്ങനെയുള്ളതിനാണ് ടാൻജന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം y = 0 ടാൻജന്റ് ആണെന്നാണ് അർത്ഥം. y = 0 x ആക്സിസ്, അത് കാണുമ്പോഴും അറിയാം ടാൻജന്റ് ആണെന്ന്. പിന്നെ x = 0 കൊടുത്താലോ
വൈ സ്ക്വയർ ഈക്വൽ ഇപ്പൊ ഏതാ പറഞ്ഞ അതാ ഇപ്പൊ കൊടുത്തത്. y0 കൊടുത്താൽ എന്താവും? അത് കൊടുത്തു. x=0 കൊടുത്തു കഴിഞ്ഞാൽ y² 0, y=0 ട്വൈസ്. അത് രണ്ടെണ്ണം കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ x=0യും ടാൻജന്റ് ആണ്, അതായത് y ആക്സിസും ടാൻജന്റ് ആണ്. പക്ഷെ ഇത് കണ്ടാൽ തോന്നുകയില്ല, നിങ്ങൾ ഇതുവരെ പഠിച്ച കൺസെപ്റ്റ് വെച്ച് ടാൻജന്റ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല. അപ്പോൾ ഈ ടാൻജന്റ് എന്ന് പറയുമ്പോഴേ ഇങ്ങനെ ഒരു ലൈനാണ്, രണ്ടിടത്ത് കട്ട് ചെയ്തില്ലേ. നേരെ മറിച്ച് ഒറിജിനിൽ കൂടെ പോകുന്നതാണെങ്കിലേ ഇല്ല, ഒടുവില് രണ്ടല്ല 3 പോയിന്റ് കട്ട് ചെയ്യുന്നുണ്ടല്ലേ. ഒടുവിൽ അത് ഈ ലൈന് വരയ്ക്കുമ്പോഴാണ് ഒരെണ്ണത്തിലേ ഒരു പോയിന്റിലേ കട്ട് ചെയ്തല്ല. കേൾക്കുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് ഇതൊക്കെ പറയാം. അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെ ഞാൻ പറയാം. ഇതിപ്പോ 3 പോയിന്റ് കട്ട് ചെയ്തില്ലേ, ഇത് വരച്ചാലോ 1 പോയിന്റ്. ആ 3ഉം കൂടെ കോയിൻസൈഡ് ചെയ്യാണ്. അങ്ങനെ ഒന്നിലധികം ഇന്റർസെക്ഷൻ കോയിൻസൈഡ് ചെയ്യുന്നതിനാണ് ടാൻജന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എക്സ് ആക്സിസ് ടാൻജന്റ് ആണ് അതിൻ്റെ അർത്ഥം. അതുപോലെ ഇത് വരച്ചാലും 1 പോയിന്റിലേ കട്ട് ചെയ്യത്തുള്ളൂ. ഇത് വരച്ചാലോ രണ്ടിടത്ത് കട്ട് ചെയ്യുന്നുണ്ട്, അപ്പോഴും 3ന് പകരം 2ആയിട്ട് ചുരുങ്ങിയില്ലേ, അപ്പോഴും ടാൻജന്റ് ആണ്. ഇത് ടാൻജന്റ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല, നിങ്ങളെല്ലാം ഒരാളും ചിലവും വിശ്വസിക്കുകയില്ല. ഈ ലൈനെ ഈ കർവിന് ടാൻജന്റ് ആണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഇന്റർസെക്ഷൻ കോയിൻസൈഡ് ചെയ്യുന്നതിനാണ്. ഇവിടെ 2 ഇന്റർസെക്ഷൻ കോയിൻസൈഡ് ചെയ്യും. ആദ്യത്തെ കേസിൽ 3ഉം കൂടെ കോയിൻസൈഡ് ചെയ്യും. ഇതിപ്പോ ജനറലായിട്ട് 3 പോയിന്റ് അല്ലേ കട്ട് ചെയ്യുന്നത്. ജനറലായിട്ട് ഇതെടുത്തു കഴിഞ്ഞാൽ 1 പോയിന്റിലേ കട്ട് ചെയ്യത്തുള്ളൂ, ഇതെടുത്താലും 1 പോയിന്റിലേ കട്ട് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് അത് രണ്ടും ടാൻജന്റ് ആണ്. അത് 3 എണ്ണം കോയിൻസൈഡ് ചെയ്യുന്നതാണ്. ഇത് എടുത്തു കഴിഞ്ഞാൽ 2, അതിൽ 2 എണ്ണം കോയിൻസൈഡ് ചെയ്യും, ഒരെണ്ണം അല്ലാതെ വരും. അതായത് ഈ സോൾവ് ചെയ്യുമ്പം റിപ്പീറ്റഡ് റൂട്ട് വന്നാൽ ടാൻജന്റ് ആണ്. ഇത് y=x ആണ്, അല്ലെ y=2x ആണെന്ന് വെച്ചോ. ഈ ലൈൻ ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? y² = x³ കൊടുക്കുമ്പോൾ എന്ത് വരും? 4x² = x³ എന്നല്ലേ കിട്ടുന്നത്. അല്ലെങ്കിൽ x³ - 4x² = 0. x² കോമൺ ഫാക്ടർ എടുക്കുമ്പോൾ എന്ത് കിട്ടും? ഇപ്പോൾ x=0 ട്വൈസ് ആൻഡ് x=4. 0യിലെ ഇന്റർസെക്ഷൻ കോയിൻസൈഡ് ചെയ്യുവാണ്. റിപ്പീറ്റഡ് റൂട്ട് അല്ലേ, 4ൽ റിപ്പീറ്റഡ് റൂട്ട് അല്ല, 0യിൽ റിപ്പീറ്റഡ് റൂട്ടാണ്. അതിൻ്റെ അർത്ഥം 0യിൽ ഇത് ടാൻജന്റ് ആയിരിക്കും എന്നാണ്. 4ൽ ടാൻജന്റ് ആയിരിക്കത്തില്ല, റിപ്പീറ്റഡ് റൂട്ട് ഇല്ലാത്തത് കൊണ്ട്. ഇത് 0യിൽ റിപ്പീറ്റഡ് റൂട്ട് വരുന്നതുകൊണ്ട് 0യിൽ ടാൻജന്റ് ആണ് y=x. ഈ y=x മാത്രമല്ല, y=2x ഇട്ടാലും ജനറലായിട്ട് y=kx ഇട്ട് കഴിഞ്ഞാൽ അത് ടാൻജന്റ് ആയിരിക്കും. അപ്പൊ kക്ക് വാല്യൂസ് മാറിക്കൊടുക്കുമ്പോൾ ഇൻഫിനിറ്റ്ലി മെനി ടാൻജൻസ് ഉണ്ട്. പിന്നെ തിരിച്ച് x0 കൊടുത്താൽ അതും ടാൻജന്റ് ആണ്. ഇൻഫിനിറ്റ്ലി മെനി ടാൻജൻസ് ഉണ്ട് ഈ കർവിന്. നിങ്ങൾ എല്ലാം ആദ്യം കേൾക്കുന്ന കാര്യങ്ങളായിരിക്കും. ഒരു പോയിന്റിൽ തന്നെ ഇൻഫിനിറ്റ്ലി മെനി ടാൻജൻസ്. ചിലപ്പോൾ ഒരു ടാൻജന്റും ഇല്ലാത്തതും കാണും. ഇപ്പോൾ മോഡുലസ് x ഒക്കെ എടുത്താൽ കഴിഞ്ഞാലേ അത് 0യിൽ ഡെറിവേറ്റീവ് ഇല്ലല്ലോ. ഇതൊക്കെ ഈ dy/dx എടുത്തിട്ട് ചെയ്യാനും പറ്റത്തില്ല. 2y dy/dx = 3x² എന്നല്ലേ. ഇപ്പോൾ dy/dx എന്നുള്ളത് 3x²/2y എന്നല്ലേ. ഇപ്പോൾ എക്സും y 0 കൊടുത്തു കഴിഞ്ഞാൽ 0/0 ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല അവിടെ. ഈ മെത്തേഡിൽ കാണാം. ഇതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യമൊന്നുമല്ല, നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അതിനെ അറിയാമെങ്കിലല്ലേ ചോദിക്കാൻ പറ്റത്തുള്ളൂ. അവർക്ക് ഉത്തരവ് അറിയണ്ടേ. അവർ ടാൻജന്റ് ഇല്ലെന്ന് പറയും, അങ്ങനെ പറയത്തുള്ളൂ. കാരണം 0/0 അല്ലേ, സ്ലോപ്പ് എക്സിസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് ടാൻജന്റ് ഇല്ലെന്ന് പറയും. അങ്ങനെ പറയുള്ളൂ, ഉറപ്പാണ്. ടാൻജന്റിന്റെ സ്ലോപ്പ് ഉണ്ടെങ്കിലല്ലേ ടാൻജന്റ് ഉള്ള. ആ രീതിയിലല്ല, എല്ലാം ഒരു രീതിയിലല്ല കൈകാര്യം ചെയ്യേണ്ടത്. ഇതിവിടെ എന്നെ എഴുതി നിർത്തിയാൽ മറന്നും പോയി. ഇതിൻ്റെ മുഴുവൻ പറഞ്ഞില്ലേ. ഇപ്പം സമയം എത്രേ? എന്നിട്ട് നിർത്തിയേക്കാം.